ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരുമിതിനോടൊരിതന്ത വാമയായും വരുമിവ രണ്ടു ഉലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. നമ്മുടെ ആത്യന്തിക സത്ത അറിവാണെന്ന് ഗുരു നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അറിവായിരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ഭേദചിന്തകൾ ഉണ്ടായത്? അറിവിൽ എങ്ങനെ ഭേദചിന്ത കടന്നു വരും? നാം എങ്ങനെയാണ് സംസാരികളായതും ഇവിടെ കിടന്ന് കൈകാലുകൾ ഇട്ടടിക്കുന്നതും? അതിനുത്തരമാണ് ഈ പദ്യം. നാം അറിവ് മാത്രമാണ്. ഈ അറിവ് എല്ലാത്തിൻ്റെയും മൂലകാരണമാണ്. അതായത് അറിവിൽ നിന്നും ജന്യമായതാണ് എല്ലാം. പ്രപഞ്ചം എന്ന് നാം വിവക്ഷിക്കുന്ന ഈ അപാരത മുഴുവനും ഈ അറിവിൽ നിന്ന് ഭൂതമായതാണ്. അറിവിൽ നിന്ന് ആദ്യം ആവിർഭവിക്കുന്നത് അഹന്തയാണ്. അതായത് ഞാൻ എന്ന് തോന്നൽ. ഞാൻ അറിയുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ചിന്ത. ഈ അഹന്തയെയാണ് നാം ജീവൻ എന്ന് പറയുന്നത്. അഹന്ത ഒരു ശരീരത്തിലിരിക്കുമ്പോൾ അതിന് തോന്നും ഞാൻ ഈ ശരീരമാണ് എന്ന്. അത് മനസ്സുമായും താതാത്മ്യത്തിൽ എത്തും. ഫലമോ അനന്തമായ അറിവായ നാം ഒരു കൊച്ചു ശരീരവും മനസ്സുമാണ് എന്ന് തെറ്റായി ധരിച്ച് പരിമിതപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ നാം പൂർണ്ണമായി അറിവാണ്. ഈ പൂർണ്ണതയിൽ നിന്ന് തെന്നിമാറി അപൂർണമായ ശരീരവും മനസ്സുമാണ് നാം എന്ന് ധരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അപൂർണതാബോധം അനുഭവിക്കുന്ന നമ്മൾ ഈ അപൂർണത നിലനിൽക്കുന്ന ലോകത്തെ ആശ്രയിക്കുകയും അതിൽ കർമ്മനിരതരാവുകയും ചെയ്യുന്നു. നാം ഇങ്ങനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ബാഹ്യലോകമാണ് ഇതന്ത. ഇവിടെ നമുക്കുള്ളിൽ അഹന്തയും നമുക്ക് പുറത്ത് ഇതന്തയും കാണുന്നു. എന്നാൽ നാം അറിയേണ്ട കാര്യം അഹന്തയും ഇതന്തയും ശാശ്വത സത്യമല്ല. അവ വെറും നിഴൽ രൂപങ്ങളാണ്. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? അഹന്തയും ഇതന്തയും രണ്ട് വള്ളിപ്പടർപ്പുകൾ ആണെന്ന് സങ്കല്പിക്കുക. ഈ രണ്ട് ഉലഭങ്ങൾ, വള്ളികൾ ഒരു വൃക്ഷത്തിൽ പടർന്നു കയറി നിൽക്കുന്നു. ആ വൃക്ഷം ഏതാണെന്നോ? മായാവൃക്ഷം. മായാവൃക്ഷത്തിൽ അഹന്തയുടെയും ഇതന്തയുടെയും വള്ളികൾ കയറി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതിനാൽ അതിനപ്പുറമുള്ള കാഴ്ച കാണാനാകുന്നില്ല. സത്തയിൽ നാം അറിവ് മാത്രമാണ് എന്ന് അറിയാനാകുന്നില്ല. ഈ മായാവൃക്ഷവും അതിൻ്റെ ഇലകളും വള്ളികളും ഒക്കെയാണ് നാമും ഈ ലോകവും എന്ന് ധരിച്ച് വശാകുന്നു. അപ്പോഴോ യഥാർത്ഥ സത്യത്തിൽ നിന്ന് നാം മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആത്മവിസ്മൃതിക്കുള്ള ഹേതു. ഇത് മനസ്സിലായാൽ മാത്രമേ ഇതിനെ മറികടക്കാൻ നമുക്ക് ആകൂ.